വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം CSEB ക്ലർക്ക് ക്യാഷ്യർ നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലെ. ഇനിയുള്ള ഓരോ ദിവസങ്ങളും സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ വലിയ നിർണായകമായ ദിവസങ്ങളാണ്. വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യകതയാണ്. കഴിഞ്ഞു പോയ പരീക്ഷയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് പുതിയ പരീക്ഷ വരുന്നത്. 100 മാർക്കിന്റെ ഒരു പരീക്ഷയാണ്. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വെച്ചാണ്. സാധാരണ ഒരു PSC പരീക്ഷ പോലെ തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്ന പുതിയ പരീക്ഷ. പക്ഷെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനി അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതുപോലെ ഇത്തവണ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടി നിലവാരം കൂടുതലായിരിക്കും. കാരണം ഒരു പരീക്ഷ മാറ്റങ്ങൾ വന്നുകൊണ്ടുള്ള ആദ്യ പരീക്ഷയാണ്. എന്തായാലും എല്ലാവരും നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓരോ നിങ്ങളുടെ സിലബസിനകത്ത് കിടക്കുന്ന ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും കാതലായ ഭാഗങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 രണ്ടാമതായിട്ട് നടക്കുന്ന പുതിയ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ, ഇങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മുടെ സബ്ജക്റ്റുകൾ വിട്ടിട്ട് മാത്സ്, ഇംഗ്ലീഷ്, GK വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 30 ചോദ്യങ്ങളാണ്. അതായത് മാത്സിനകത്ത് 10 ചോദ്യങ്ങൾ കാണും, ഇംഗ്ലീഷിനകത്ത് 10 ചോദ്യങ്ങൾ കാണും, GKക്കകത്ത് 10 ചോദ്യങ്ങൾ കാണും. ആ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ, അതായത് മാത്സ്, ഇംഗ്ലീഷ്, GK വിഷയങ്ങളുണ്ടല്ലോ, പഠിക്കേണ്ടത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. കാരണം ഒരു ചോദ്യം നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇനി നിങ്ങളുടെ മുമ്പിലെ 2 മാസത്തെ സമയമാണുള്ളത്. എന്തായാലും നമ്മൾ ജൂൺ മാസം തുടക്കത്തിൽ പരീക്ഷ പ്രതീക്ഷിക്കുവാണ്. ഈ 2 മാസത്തെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ഈ 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. 60 ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതിന് നിങ്ങളെ സജ്ജരാക്കുവാൻ വേണ്ടി നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷ്യറിന് വേണ്ടി മാത്രമായിട്ട് CCയിലെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ബാച്ചാണ്. തുടക്കം മുതൽ, ഏറ്റവും വേണ്ട തുടക്കം മുതൽ ക്യാപ്സ്യൂൾ ലെവലില് 2 മാസം കൊണ്ട് ഈ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ വരാൻ പോകുന്ന പരീക്ഷയുടെ എല്ലാ മാറ്റങ്ങളും നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ബാച്ചാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ബാച്ചിലെ അഡ്മിഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് ബോർഡ് നമ്പറിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി മാക്സിമം റിസൾട്ടുകളാണ്. പഴയതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ഡെയിലി മോക്ക് എക്സാമുകൾ ഉണ്ടാവും, അതേപോലെ OMR പരീക്ഷകൾ ഉണ്ടാവും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ ഈ ബോർഡ് നമ്പറിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം.